എല്ലാ മതങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന പെരുവന്താനമെന്നും കലർപ്പില്ലാത്ത മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ്. എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളെ ധന്യമാക്കി മാറ്റി പരസ്പരം സ്നേഹസന്ദർശനം നടത്തുന്നത് നാളുകളായി നന്മയുടെ വെളിച്ചമായി കെടാതെ പെരുവന്താനം എന്ന ഗ്രാമം സൂക്ഷിക്കുന്നുണ്ട്. ഇക്കുറിയും ചെറിയ പെരുന്നാൾ ദിനത്തിൽ പെരുവന്താനം സെന്റ് ജോസഫ് പള്ളിയിലെ വികാരി ഫാദർ തോമസ് നെല്ലൂർക്കാലയിൽ പറമ്പിലിന്റെ നേതൃത്വത്തിൽ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പെരുവന്താനം ജുമാ മസ്ജിദ് അങ്കണത്തിൽ എത്തി. ചർച്ച ഭാരവാഹികളെ പൊന്നാടി അണിയിച്ച ചീഫ് ഇമാം ജൗഹറിന്റെ നേതൃത്വത്തിലുള്ള പള്ളി കമ്മിറ്റി സ്വീകരിച്ചു. തുടർന്ന് തങ്ങളുടെ സ്നേഹസമ്മാനം കൈമാറി ഫാദർ തോമസ് നെല്ലൂർക്കാലയിൽ പറമ്പിൽ ഈദ് ആശംസകളും നേർന്നു. ആത്മവിശുദ്ധീകരണത്തിലൂടെ ദൈവ മനുഷ്യ സാഹോദര്യത്തിൻ്റെ ആളുകളിലേക്ക് എത്തിയിരിക്കുന്ന ഈ നല്ല ദിവസത്തിലെ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് ക്ഷണിച്ചതിനും അതുപോലെ എത്തിച്ചേരാൻ സാധിച്ചതിനും ഒത്തിരി വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു കൂട്ടായ്മ ഞാൻ പേഴുമ്പാറയിലായിരുന്നപ്പോഴാണ് ശരിക്കും ആ ഒരു കൂട്ടായ്മ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അധികം അങ്ങനെ മുസ്ലിം സഹോദരങ്ങളില്ലായിരുന്നു. പേഴുമ്പാറയിലൊക്കെ അധികം വന്നിട്ടാണ് ആ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നത്. അവിടെ ഇതുപോലെ ഇഫ്താർ വരുന്ന ഞങ്ങളിവിടെ നടത്തുകയും ഇവിടെ പള്ളിയിൽ പോവുകയും എല്ലാ പെരുന്നാളുകൾക്കും തന്നെ അങ്ങോട്ടേക്കും നല്ല സഹകരണത്തിലും ഒക്കെ പോയിരുന്ന ഒരു നല്ല ഓർമ്മകളെ മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാകാനായിട്ട് ഇവിടെ സാധിച്ചു എന്നുള്ളത് അത്രയും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പല വിധത്തിലുള്ള തിരക്കുകളുടെയും പല കാര്യങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ അത്രയും തന്നെ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ആ ഒരു സൗഹാർദ്ദവും ആ ഒരു സാഹോദര്യവും വീണ്ടും ആഴപ്പെടുത്താനായിട്ട് ലഭിച്ച ഈ അവസരത്തെ നന്ദിയോട് ഉയർത്തുന്നു. എല്ലാവിധ ആശംസകളും ഞങ്ങൾ തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് കുടുംബാംഗങ്ങളുടെ പേരിൽ ഈ ജമാഅത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങൾക്കും അനുഭവിക്കും മാത്രമല്ല എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങളെല്ലാവരുടെയും പേരിലുള്ള ഈദ് ആശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി ചെയ്യുകയും ചെയ്തു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നും നിലനിൽക്കുന്ന ഈ നന്മയുടെ വെളിച്ചം വരും തലമുറകൾ കെടാതെ സൂക്ഷിക്കണമെന്ന് നന്ദി അർപ്പിച്ച് ഇമാം പറഞ്ഞു. കാലത്തെ ത്യാഗനിർഭരമായ വ്രതത്തിനും അതുപോലെ രാത്രിയിലെ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം ഒരു ജീവിത വിശുദ്ധി കൈവരിച്ച അവസ്ഥയിൽ പ്രവാചക വചനമനുസരിച്ച് റമദാൻ്റെ നോമ്പ് നോറ്റ് നിസ്കാരങ്ങളിൽ പങ്കാളികളായി പെരുന്നാൾ ആഘോഷത്തിലേക്ക് എത്തുന്ന വിശ്വാസി ജനിച്ചു വീണ കുഞ്ഞിൻ്റെ നിർമ്മലാവസ്ഥയിലും പാപരാഹിത്യത്തിലും വിശുദ്ധിയിലുമായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയൊരു വിശുദ്ധിയുടെ നിറവിൽ നമ്മൾ ആഘോഷിക്കുന്ന നമുക്ക് നൽകപ്പെട്ട മഹത്തായ ആഘോഷസുദിനമായ ഈദുൽ ഫിത്തറിൻ്റെ സന്തോഷത്തിൽ നമ്മളോടൊപ്പം വന്ന് പങ്കാളികളായ പെരുവന്താനം ചുഴിപ്പ് സെൻറ്റ് ജോസഫ് സഫിയത്തുള്ളിലെ ബഹുമാന്യനായ ആത്മീയ നേതൃത്വം പിതാവ്, അതേപോലെ അവിടുത്തെ പ്രതിനിധികൾ എല്ലാവരും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും അറിയിക്കുന്നു. നമ്മുടെ ഈ സാഹോദര്യവും സ്നേഹവും എന്നെന്നും നിലനിർത്തി പെരുമാറാവട്ടെ. ഭാവിയിൽ നമ്മുടെ പിൻഗാമികൾ ലോകാവസാനം വരെയും ആ ഒരു ഒത്തൊരുമയും സഹവർത്തിലും കഴിഞ്ഞുകൂടുന്ന ആ ഒരു നല്ല നാളുകൾ അല്ലാഹു സൃഷ്ടാവ് പഠിച്ചതമ്പുരാൻ നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നോയൻപിനോട് അനുബന്ധിച്ച് നടന്ന ഇഫ്താർ സംഗമങ്ങൾ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി നടത്തി ജമാഅത്ത് മാതൃകയായി മാറിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.